കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ടാലിയിലെ ഫയലുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റുഡൻസ്, നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ പീരിയഡിൽ നിങ്ങൾ നിങ്ങളുടെ ടാലിയിലെ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്തു വെക്കണം. അത് നിർബന്ധമാണ്. എന്നിരുന്നാലേ നമുക്ക് ബൈ ചാൻസ് നമ്മുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും തകരാറോ ഡാറ്റ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്കപ്പ് ചെയ്ത ഫയൽ വെച്ചിട്ട് നമ്മുടെ ടാലി വീണ്ടും നമുക്ക് പഴയ രൂപത്തിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ബാക്കപ്പ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റകളെല്ലാം മിസ്സായിട്ട് വീണ്ടും നമുക്ക് ഇരട്ടി പണി വരും. അത് നമുക്ക് പിന്നെ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, നമുക്ക് എന്തായാലും 2 രീതിയിൽ ടാലി ബാക്കപ്പ് ചെയ്യാം. ആ 2 രീതിയിൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ടാലി ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അത് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെർട്ടിക്കൽ മെനു ബാറിൽ നിന്നും F3, അതായത് കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞ് കാണാം, ഒരു ബട്ടൺ കാണാം. അല്ലെങ്കിൽ കീബോർഡിൽ F3 എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആകും. ശേഷം ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആകും. സെലക്ട് കമ്പനീസ് ടു ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ സോഴ്സ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നമ്മൾ എവിടേക്കാണ് നമ്മുടെ ഡാറ്റകൾ സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നോർമലായിട്ട് ഒരു പെൻ ഡ്രൈവിലേക്കോ മറ്റോ ബാക്കപ്പ് ചെയ്യുന്നതാവും നല്ലത്. നമ്മുടെ കമ്പ്യൂട്ടർ ഡാറ്റകൾ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ആവാത്തൊരു മോഡാണെന്നുണ്ടെങ്കിൽ ഒരു പുറത്ത് സോഴ്സിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതാവും ഏറ്റവും ഉത്തമം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പെൻ ഡ്രൈവ് അതിൽ കണക്ട് ചെയ്യുക. പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് പെൻ ഡ്രൈവിൻ്റെ ഡ്രൈവ് ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെൻ ഡ്രൈവിൻ്റെ G എന്ന ഡ്രൈവാണ് ഇവിടെ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളിടത്ത് G എന്നാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ ഇതുപോലെ 2 കമ്പനീസ് അവിടെ കാണാം. സൈഡിൽ നോക്കി നമുക്ക് കാണാം 2 കമ്പനീസ്, ABC ലിമിറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ വേൾഡ് എന്ന് പറഞ്ഞ 2 കമ്പനി അവിടെ കാണാം. അപ്പോൾ അതിൽ ഞാൻ ഒരു ABC ലിമിറ്റഡ് എന്നുള്ളത് മാത്രം ബാക്കപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ABC ലിമിറ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് എൻഡ് ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ABC ലിമിറ്റഡ് അങ്ങനെ വന്നു. എന്നിട്ട് ആക്സെപ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ S കൊടുത്തു. അപ്പോൾ ബാക്കപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പെൻ ഡ്രൈവിലേക്ക് ഡാറ്റകൾ ബാക്കപ്പ് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. G എന്ന ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ TBK 090001000 എന്ന് പറഞ്ഞ് കാണാം ഒരു ഫയല്. വിൻഡറാറിൻ്റെ ഫയലായിരിക്കും. അതാണ് നമുക്കതിൻ്റെ ഡേറ്റ് നോക്കിയാൽ കാണാം. ഇന്നത്തെ ബാക്കപ്പ് ഡേറ്റ് കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്കപ്പ് ഫയല്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. ഇനി ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ